വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും GK വേൾഡ് ആൻഡ് PSCയുടെ ഇന്നത്തെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം GK വേൾഡ് ആൻഡ് PSC എന്ന ഞങ്ങളുടെ FB പേജ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലൂടെ നിങ്ങൾക്ക് GK വേൾഡ് ആൻഡ് PSCയുടെ ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. PSC റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ക്ലാസ്സുകളാണ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് PSC ക്ലാസ്സുകൾ അതുവഴി ലഭ്യമാകുന്നതാണ്. അതിന്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ എൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. തുടർന്ന് അപ്ഡേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. RPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നിവയിൽ ഒരുപാട് നിരവധി നമുക്ക് എന്താണ്, അത് എങ്ങനെ അപേക്ഷിക്കാം, എക്സാമിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ അഥവാ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നിവയിൽ അപേക്ഷ ക്ഷണിക്കുന്നു. സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ 1120 ഒഴിവുകളാണുള്ളത്. ഇതിൽ 301 ഒഴിവുകൾ വനിതകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റബിൾ തസ്തികയിൽ 8619 ഒഴിവുകളാണുള്ളത്. ഇതിൽ വനിതകൾക്ക് 4216 ഒഴിവുകളുണ്ട്. ഈ ഇരു തസ്തികയിലേക്കും വെവ്വേറെ വിജ്ഞാപനങ്ങളിലായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓരോന്നിനും വെവ്വേറെ ഓൺലൈൻ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കണം. ഒരു തസ്തികയിലേക്ക് ഒന്നിലേറെ അപേക്ഷ പാടില്ല. ജൂൺ 1 മുതൽ 30 വരെയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ത്യയിൽ 4216 ഒഴിവുകൾ വനിതകൾക്ക് മാത്രമാണ്. തുടക്കത്തിൽ 21,000 രൂപയും അലവൻസും ലഭ്യമാകുന്നു. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. 2018 ജൂലൈ 1 18-നും 25-നും SC/ST-കാർക്ക് 5 വർഷവും OBC-കാർക്ക് 3 വർഷവും വിമുക്ത ഭടന്മാർക്ക് ചുരുങ്ങിയത് 3 വർഷവും വിധവകൾ, നിയമപരമായ വിവാഹമോചനം നേടിയ വനിതകൾ എന്നിവർക്ക് ചുരുങ്ങിയത് 2 വർഷവും ഉയർന്ന പ്രായത്തിൽ ഇളവ് അനുവദിക്കുന്നതാണ്. സബ് ഇൻസ്പെക്ടർ ഒഴിവിലേക്ക് 301 ഒഴിവുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത്. ശമ്പളം തുടക്കത്തിൽ 35,400 രൂപയും അലവൻസും നിങ്ങൾക്ക് ലഭ്യമാണ്. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. ഫലം കാത്തിരിക്കുന്നവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായം 2018 ജൂലൈ 1 20-നും 25 വയസ്സിനും ഇടക്ക്. SC/ST-കാർക്ക് 5 വർഷവും OBC നോൺ ക്രിമിലെയർക്കാർക്ക് 3 വർഷവും വിമുക്ത ഭടർക്ക് ചുരുങ്ങിയത് 3 വർഷവും വിധവകൾക്ക്, നിയമപരമായി വിവാഹമോചനം നേടിയ വനിതകൾക്ക് ചുരുങ്ങിയത് 2 വർഷവും ഉയർന്ന പ്രായത്തിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പൊതുവിവരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പരീക്ഷാ ഫീസ് 500 രൂപയാണ്. പരീക്ഷയ്ക്ക് ഹാജരായാൽ ഇതിൽ 400 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. വനിതകൾ, SC/ST, വിമുക്ത ഭടർ, ന്യൂനപക്ഷ വിഭാഗക്കാർ, സാമ്പത്തിക പിന്നാക്ക വിഭാഗക്കാർ എന്നിവർക്ക് 250 രൂപയാണ് പരീക്ഷാ ഫീസ്. പരീക്ഷയ്ക്ക് ഹാജരായാൽ ഇത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഇന്റർനെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായി ഫീസ് അടയ്ക്കാം. SBI ചെലാൻ ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ബ്രാഞ്ചിലും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. പോസ്റ്റ് ഓഫീസ് ചെലാൻ ഉപയോഗിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് പോസ്റ്റ് ഓഫീസുകളിലും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. ഓൺലൈനായി ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ജൂലൈ 2-നാണ്. ചെലാൻ ഉപയോഗിച്ച് ജൂലൈ 5 വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. ചെലാൻ ഉപയോഗിച്ച് ഫീസ് അടയ്ക്കുന്നവർ ഇതിന്റെ റെസീറ്റ് രേഖാ പരിശോധന സമയത്ത് ഹാജരാക്കണം. 50,000 രൂപയിൽ താഴെ വാർഷിക കുടുംബ വരുമാനമുള്ളവർക്കാണ് സാമ്പത്തിക പിന്നാക്ക വിഭാഗക്കാർക്കുള്ള ഫീസ് ഇളവിന് അർഹരായിട്ടുള്ളവർ. ഇവർ നിർദ്ദിഷ്ട മാതൃകയിലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് വാങ്ങുകയും സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ ഓൺലൈൻ അപേക്ഷയിൽ രേഖപ്പെടുത്തുകയും വേണം. സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ രേഖാ പരിശോധന സമയത്ത് ഹാജരാക്കണം. BPL കാർഡ് ഉള്ളവർ സാമ്പത്തിക പിന്നാക്ക വിഭാഗക്കാരായി പരിഗണിച്ച് ഫീസ് ഇളവ് നൽകുന്നുണ്ട്. പരീക്ഷയ്ക്ക് ഹാജരാവുന്നവർക്ക് മുകളിൽ പറഞ്ഞ പ്രകാരം ഫീസ് തിരിച്ചു ലഭിക്കാൻ അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്കിന്റെ പേര്, IFSC കോഡ് തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈൻ അപേക്ഷയിൽ പൂരിപ്പിക്കണം. ഇനി പരീക്ഷ വരുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് ഉണ്ടാവുക. 2018 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും പരീക്ഷ നടക്കുക.
പരീക്ഷ ജയിക്കുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ്, സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തും. ഓരോ സോണിൽ ഗ്രൂപ്പിലെയും ഒഴിവിന്റെയും 10 ഇരട്ടി പേരെയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് തിരഞ്ഞെടുക്കുക. മലയാളം ഉൾപ്പെടെ 15 ഭാഷകളിൽ ചോദ്യ പേപ്പർ ലഭിക്കും. സിലബസ് വരുന്നത് ജനറൽ അവയർനെസ് 50 മാർക്ക്, അരിത്തമാറ്റിക് 35 മാർക്കും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 35 മാർക്കും. ആകെ 120 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. 90 മിനിറ്റ് ആണ് പരീക്ഷാ സമയം. 35% മാർക്കാണ് ജയിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. SC/ST-ക്കാർക്ക് 30% മാർക്ക് മതിയാവും. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുണ്ട് 1/3. വിശദമായ സിലബസ് വെബ്സൈറ്റിൽ വിജ്ഞാപനത്തോടൊപ്പം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ശാരീരിക ക്ഷമതാ പരീക്ഷയ്ക്ക് ആദ്യം കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് പുരുഷന്മാർക്ക് 5 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് 1600 മീറ്റർ ഓട്ടം, 14 അടി ലോങ് ജമ്പ്, 4 അടി ഉയരത്തിൽ ഹൈ ജമ്പ്. വനിതകൾക്ക് 3 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് 800 മീറ്റർ ആണ് ഓട്ടം, 9 അടി ലോങ് ജമ്പ്, 3 അടി ഹൈ ജമ്പ്. സബ് ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് പുരുഷന്മാർക്ക് 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് 1600 മീറ്റർ ഓട്ടം, 12 അടി ലോങ് ജമ്പ്, 3 അടി 9 ഇഞ്ച് ഹൈ ജമ്പ്. വനിതകൾക്ക് 4 മിനിറ്റ് കൊണ്ട് 800 മീറ്റർ ഓട്ടം, 9 അടി ലോങ് ജമ്പ്, 3 അടി ഹൈ ജമ്പ്. ലോങ് ജമ്പിനും ഹൈ ജമ്പിനും 2 അവസരം വീതമായിരിക്കും ലഭ്യമാകുന്നത്. വിമുക്ത ഭടന്മാർക്ക് ശാരീരിക ക്ഷമത പരീക്ഷയില്ല. അപേക്ഷിക്കേണ്ടത് 2 തസ്തികയിലും വെവ്വേറെ ആയിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാൻ. ഏതെങ്കിലും ഒരു സോൺ ഗ്രൂപ്പിലേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ. ഒന്നിലേറെ അപേക്ഷ സമർപ്പിക്കരുത്. ഒരു ഗ്രൂപ്പിനുള്ളിൽ ഉദ്യോഗാർത്ഥിക്ക് ഇഷ്ടമുള്ള സോണിൽ നിയമനം ലഭിക്കാൻ മുൻഗണനാ ക്രമം രേഖപ്പെടുത്താനുള്ള സൗകര്യമുണ്ട്. ഉദാഹരണത്തിന് ഗ്രൂപ്പ് എയിലെ സോണിൽ അപേക്ഷിക്കുന്നവർക്ക് സതേൺ റെയിൽവേയിൽ നിയമനം ലഭിക്കാൻ സതേൺ റെയിൽവേയെ 1ാം മുൻഗണനയായി രേഖപ്പെടുത്തിയാൽ മതിയാവും. ഉദ്യോഗാർത്ഥി ഓൺലൈൻ അപേക്ഷയിൽ കാണിക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തിയാകുന്നത് വരെ തുടരേണ്ടി വരും. ഉദ്യോഗാർത്ഥികൾക്കുള്ള അറിയിപ്പുകളെല്ലാം ഇതുവഴിയായിരിക്കും ലഭ്യമാകുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം: ഓൺലൈൻ അപേക്ഷയ്ക്ക് 3 പാർട്ട് ഉണ്ടാവും. ആദ്യത്തേത് രജിസ്ട്രേഷൻ ആണ്. ഇതിൽ പേര്, ജനന തീയതി, മാതാപിതാക്കളുടെ പേര്, ആധാർ നമ്പർ ഉള്ളവർ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ, ഇമെയിൽ ഐഡി, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങളൊക്കെ പൂരിപ്പിച്ച് സമർപ്പിക്കണം. ഇത് സമർപ്പിച്ചാൽ രജിസ്ട്രേഷൻ നമ്പറും 1 ടൈം പാസ്വേഡും നിങ്ങൾക്ക് ലഭ്യമാകും. ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലും ഇമെയിലിലും ഇത് ലഭിക്കും. ഈ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ 2ാം പാർട്ട് ലഭിക്കും. ഓൺലൈൻ പേയ്മെന്റിനുള്ള ലിങ്ക് ഇതിലുണ്ടാകും. ചലാൻ ഉപയോഗിച്ച് ഫീസ് അടയ്ക്കുന്നവർക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്യാനും സൗകര്യം ലഭ്യമാണ്. ഫീസ് അടച്ചതിനു ശേഷം വെബ്സൈറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ലോഗിൻ ചെയ്ത് ഫീസ് വിവരങ്ങളുടെ അടക്കം ചേർത്ത് അടുത്ത പാർട്ട് സമർപ്പിക്കണം. ഓൺലൈൻ അപേക്ഷയിൽ ഉദ്യോഗാർത്ഥികളുടെ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ വെള്ള അല്ലെങ്കിൽ ഇളം നിറമുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ളതായിരിക്കണം. മുഖം വ്യക്തമായിരിക്കണം. 35 mm x 45 mm സൈസിലുള്ള ഫോട്ടോ 100 dpi സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഫയൽ 50 to 40 KB സൈസിലുള്ളതും JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ളതും ആയിരിക്കണം. തൊപ്പി, സൺഗ്ലാസ് എന്നിവ ധരിച്ച ഫോട്ടോ സ്വീകരിക്കില്ല. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ 12 കോപ്പി തുടർ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണം. SC/ST ഫോട്ടോയ്ക്ക് പുറമെ ജാതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ 50 തൊട്ട് 100 KB സൈസിലാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓൺലൈനായി സമർപ്പിക്കേണ്ട അപേക്ഷയുടെ പ്രിന്റൗട്ട് സൂക്ഷിച്ചു വെക്കണം. ഇത് തപാലിൽ അയക്കേണ്ടതൊന്നുമില്ല. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തെറ്റുണ്ടെന്ന് കണ്ടാൽ 2 തവണ തിരുത്താൻ അവസരമുണ്ട്. 250 രൂപയാണ് ഇതിനുള്ള ഫീസ്. എന്നാൽ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, സംസ്ഥാനം എന്നീ വിവരങ്ങൾ ഇങ്ങനെ തിരുത്താനാവില്ല. ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്ന തീയതി ജൂൺ 1. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയാണ് ജൂൺ 30. വെബ്സൈറ്റ് നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. എങ്കിലും ഞാനൊന്ന് പറയാം. www.indianrailways.gov.in അഥവാ റെയിൽവേ ബോർഡ് എന്നാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള നിറയെ ഉപകാരപ്രദമായ വാർത്തകളും വിശേഷങ്ങളും അറിവുകളും നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ആദ്യം തന്നെ GK Well Done PSC സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭ്യമാകുന്നതാണ്. അൺഅക്കാഡമിയിലൂടെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. Till then, bye and thank you so much my dear students for watching.